അങ്ങനൊന്നുമില്ല, നമുക്ക് എപ്പോഴും കണ്ടുവരുന്ന ഒരു ധ്യാനം തന്നെ അതിനകത്ത് കണ്ടുവരുന്നത്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. സ്റ്റോറിയുള്ള ഇല്ലോജിക്കലാണ് കുറച്ച്. അതാൻ്റെ ഈയിടയ്ക്ക് ഇറങ്ങിയ പടത്തിനെ കാട്ടിക്കൊള്ളാം. പക്ഷെ നല്ലൊരു കഥയാണ്. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഈ ആഴ്ചയും ഡാൻ ശ്രീനിവാസന്റെ ഒരു പടം റിലീസിന് എത്തിയിട്ടുണ്ട്, പാർട്ട്നേഴ്സ്. ഒരു ത്രില്ലർ മൂഡൊക്കെയാണ് കണ്ടിട്ട്. അപ്പോൾ എന്തായാലും പാർട്ട്നേഴ്സ് കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് എങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായം ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തു. നേരെ ഡാന്റെ പാർട്ട്നേഴ്സ് റിവ്യൂലേക്ക്. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ലാഗുണ്ട് നല്ല. ഡാന്റെ മുമ്പിറങ്ങിയ പടങ്ങൾ പോലാണോ? അതാൻ്റെ ഈയിടയ്ക്ക് ഇറങ്ങിയ പടത്തിനെ കാട്ടിക്കൊള്ളാം. അങ്ങനെ ഒരു ഇന്ത്യൻ മണി ഹേസ്റ്റ് മോഡൊക്കെയാണോ? ചിരിപ്പിക്കാതെ കുഴപ്പമില്ല. പിന്നെ അധികം നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെ അത്രയായിട്ട് വന്നില്ല. നമ്മൾ വിചാരിച്ചു ഭയങ്കര ക്രൈം ത്രില്ലറും കാര്യങ്ങളൊക്കെ ആയിരുന്നു വിചാരിച്ചേ. പക്ഷെ കുഴപ്പമില്ല, ഒരു ത്രില്ലർ മൂഡാണ്. ഒരു ത്രില്ലർ മൂഡ് അങ്ങനെയല്ല, നമുക്കൊരു ആവറേജ് ത്രില്ലർ മൂഡ് എന്ന് പറയാൻ പറ്റും. സ്റ്റോറി ഒക്കെ എങ്ങനെയുണ്ട്? സ്റ്റോറി കുഴപ്പമില്ല, പിന്നെ കുറച്ച് ലോജിക്കിന്റെ ഒരു കാര്യമുണ്ട്, അതേ ഉള്ളൊരു സ്റ്റോറിയുള്ള ഇല്ലോജിക്കലാണ്, കുറച്ച് കാര്യങ്ങൾ ഇല്ലോജിക്കലായിട്ടുണ്ട്. ഒരു ബാങ്ക് കിടക്കുന്ന ഒരു സ്കാം, പണ്ടത്തെ 2005 കഥയാണോ? അപ്പൊ ത്രില്ലർ അടിപ്പിക്കോ? എങ്ങനെയാണ്? അങ്ങനൊന്നുമില്ല, നമ്മളൊരു ജസ്റ്റ് ഇന്റർവെല്ലും ക്ലൈമാക്സ് വെച്ചിട്ട് കൊള്ളായിരുന്നു. ബാക്കിയൊക്കെ നമ്മളെ പഴയ ഒരു ടച്ചിലങ്ങ് പോകും. ഡാന്റെ ഒരു കംബാക്ക് ആണോ? അങ്ങനൊന്നുമില്ല, ജ്ഞാപകത്തിന് ശേഷം വരുന്നൊരു ഹിറ്റ് ആയിരിക്കും. അങ്ങനൊന്നുമില്ല, ഹിറ്റ് അടിക്കാൻ സംഭവമൊന്നുമില്ല, ഒരു ജസ്റ്റ് കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു ബാങ്കിൽ നടക്കുന്ന ഒരു സ്കാം, ആവറേജ് ആവറേജ്. ഏകദേശം അവരതൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. 2005 ഒരു പടം എന്നൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അവർ പഴയ കാലം പുതിയ കാലം രണ്ടായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ കുഴപ്പമില്ല വന്നിട്ടുണ്ട്. പിന്നെ പടം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കാം. ഇന്റർവെല്ലൊക്കെ കുറച്ച് നമുക്ക് സംഭവം എല്ലാം പുതിയൊരു കഥയാണ്, പുതിയൊരു ത്രില്ലടിക്കാനുണ്ടോ? എങ്ങനെയാണ്? ത്രില്ലടിക്കാനായിട്ട് അങ്ങനൊന്നുമില്ല, പക്ഷെ നല്ലൊരു കഥയാണ്. ഇഷ്ടപ്പെട്ടു. കഥയൊക്കെ കുഴപ്പമില്ല. കഥ എങ്ങനെയുണ്ട്? മുമ്പ് വന്നിട്ടുള്ള കഥകളൊക്കെയാണോ അതോ? അത് ചെറിയൊരു ടച്ച് ഉണ്ട്, പക്ഷെ എങ്കിലും കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാൻ പറ്റും. മൊത്തത്തിൽ ഇഷ്ടപ്പെട്ട്. കുഴപ്പമില്ല, എങ്ങനെയാണ്? ത്രില്ലർ ആണോ? ശേഷം കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കും. കഥയൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ലൊരു തിരക്കഥയും കഥയൊക്കെ ഉണ്ട്. പക്ഷെ എടുത്തു വെച്ചേക്കുന്ന കുറച്ച് ഫ്ലോപ്പായി പോയി. പിന്നെ ആവശ്യമില്ലാതെ അവിടെ ഇവിടെയും കുറച്ചൊക്കെ റൊമാൻറ്റിക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. ധ്യാനൊന്നും അങ്ങോട്ട് പറ്റുന്നില്ല, റൊമാൻസ് ഒന്നും ചെയ്യാൻ പുള്ളിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്. അങ്ങനെ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ സിനിമയ്ക്കകത്ത് കുത്തി കേട്ടിട്ടുണ്ട്. ഒരു ക്രൈമാണ് സംഭവം, ഒരു ക്രൈം നമുക്ക് കണ്ടോണ്ടിരിക്കാം. കഥയൊക്കെ സൂപ്പറാണ്. ആ ഒരു അവസാനത്തെ ക്ലൈമാക്സ് ഒക്കെ നമുക്ക് നല്ല കിട്ടലും ക്ലൈമാക്സ്. ഇതുവരെ കാണാത്ത ഒരു ഗെറ്റപ്പ് ചേഞ്ചും ഇല്ല, അങ്ങനൊന്നും ഇല്ല. നമുക്ക് എപ്പോഴും കണ്ടുവരുന്ന ഒരു ധ്യാനം തന്നെ അതിനകത്ത് കണ്ടുവരുന്നത്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. പിന്നെ കഥയൊക്കെ നൈസാണ്, ഒരു രക്ഷയില്ല. പക്ഷെ ഒരു വട്ടം കണ്ട് പോവാം. പിന്നെ ഭയങ്കര ലാഗാണ്, എടുത്തു വെച്ചേക്കുന്നതൊക്കെ നല്ല ലാഗായിട്ടുണ്ട്. റൊമാൻറ്റിക് നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴും. ഫാമിലിയോട് ഇഷ്ടപ്പെടത്തില്ലേ? ഫാമിലിക്ക് ഒരു വട്ടം കണ്ടു, വൺ ടൈം വായിച്ചപ്പോൾ കണ്ടു പോവാം, അത്രേ ഉള്ളൂ. ഇത് വേറൊന്നും ഇല്ല.